ഹലോ ഗായ്സ്, രാവിലെ എഴുന്നേൽക്കുക, എന്നിട്ട് ഗ്രൗണ്ടിൽ പോവുക, പന്ത് കളിക്കുക. ഒരു 1.5 മണിക്കൂർ നേരം നമ്മളവിടെ കളിച്ചും ചിരിച്ചൊക്കെ കുറേ സമയം ചിലവഴിച്ച് തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ ഫുൾ ചാർജറായിരിക്കും. അന്നത്തെ ദിവസം ഫുൾ എനർജി ആയിരിക്കും അല്ലേ? പക്ഷേ 1-2 ആഴ്ച അവിടെ ഇറങ്ങാൻ പറ്റാത്തത് കാരണം എനിക്ക് നന്നായിട്ട് മിസ് ചെയ്തു. എന്നാലും ഗ്രൗണ്ടിലൊന്ന് പോയിട്ട് അവിടുത്തെ അറ്റ്മോസ്ഫിയറിൽ കുറച്ച് നേരം സമയം ചിലവഴിച്ച് തിരിച്ചു വരിക എന്ന് പറഞ്ഞാലും ഒരു സമാധാനമാണ്. അവിടെ ചെന്നപ്പം തന്നെ കാണാൻ പറ്റിയ കാഴ്ച എന്ന് പറഞ്ഞാൽ ജേഴ്സി ഊരിയ കട്ട കലിപ്പിലുള്ള അഞ്ചൂരിയൻ ടീമിനെയാണ്. പൊരിഞ്ഞ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. പല ഗ്രൗണ്ടിലും കാണാം കാലിനേക്കാളും തൊള്ളോണ്ട് കളിക്കുന്ന ആൾക്കാർ. പക്ഷേ ഇവരങ്ങനെയല്ല കേട്ടോ. ഇനി സങ്കടകരമായിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ എത്രയോ പേര് കേട്ട കളിക്കാർക്ക് ജന്മം നൽകിയ നാടാണ് ഞങ്ങളെ ഈ അരീക്കോട്. എന്നാൽ കോടികൾ മുതൽ മുടക്കി നിർമ്മാണം ആരംഭിച്ച അരീക്കോട് സ്റ്റേഡിയം ആരുടെയൊക്കെയോ അനാസ്ഥ കാരണം ഇപ്പോഴും ഒരു സ്വപ്നമായിട്ട് തന്നെ കിടക്കുകയാണ്. വീണ്ടും നമ്മൾ കളിയിലേക്ക്. അബുവിൻ്റെ അവസാനത്തെ ഷോട്ടോടു കൂടി ഈ കളി ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി അവലോകനം. അപ്പോൾ അവസാനത്തെ ചടങ്ങും കഴിഞ്ഞ് ഇനി ഇവിടെ കോളേജ് ടീമിൻ്റെ പ്രാക്ടീസ് മാച്ചാണ്. അങ്ങനെ ഒരു ദിവസം ഫുൾ ആക്റ്റീവായിട്ട് കിടക്കുന്ന ഒരു ഗ്രൗണ്ടാണ് നമ്മുടെ കോളേജ് ഗ്രൗണ്ട്.